നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർഭയ കേസിൽ പുതിയ മരണ വാറണ്ട് വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 1-ാം തീയതി പുലർച്ചെ 6 മണിക്ക് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കും. പ്രതികളെ തൂക്കിക്കൊല്ലുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഡൽഹിയിലെ തീഹാർ ജയിലും. പ്രതികളെ 4 പേരെയും ഒരുമിച്ച് തൂക്കിലേറ്റാനുള്ള പുതിയ തൂക്കുമരവും ജയിൽ അധികൃതർ ഒരുക്കി കഴിഞ്ഞു. ഇതോടെ 4 പ്രതികളെ ഒരുമിച്ച് തൂക്കിലേറ്റുന്ന രാജ്യത്തെ ആദ്യത്തെ ജയിലായിരിക്കും തീഹാർ ജയിൽ. സെൻട്രൽ ജയിലിൽ ഇതുവരെ ഒരു പലക മാത്രമേ തൂക്കിക്കൊല്ലുവാൻ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ മാറ്റി 4 ആക്കിയിരിക്കുന്നത്. വിധി നടപ്പാക്കും മുമ്പ് നിർഭയ കേസ് പ്രതികളുടെ അവസാനത്തെ ആഗ്രഹം പോലും ചോദിക്കില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇങ്ങനെ തന്നെ ഈ നിയമം വേണമെന്നാണ് ഇപ്പോൾ പ്രവാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന വലിയൊരു കാഴ്ചപ്പാട്. കാരണം മിക്ക പ്രവാസികളും കുടുംബക്കാരെ വീട്ടിൽ തനിച്ചാക്കിയാണ് പോകാറ്. കാരണം കൂട്ടുകുടുംബ വ്യവസ്ഥതയ്ക്ക് ഇപ്പോൾ എവിടെയും ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഭാര്യയും പിഞ്ചു മക്കളും മാത്രമായിരിക്കും കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ അത് കുറ്റവാളികൾക്ക് ഒരു ലൈസൻസ് തന്നെയായി മാറുകയാണ്. സൗദിയിലെയും മറ്റും ശിക്ഷാരീതികൾ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ ഇത് ക്രൂരമാണെന്നും പൈശാചികമാണെന്നും ഒക്കെ പറഞ്ഞ് നിരവധി ആൾക്കാർ ഇതിനെതിരെ വരികയും ചെയ്തു. പക്ഷേ ഇത്തരം ഒരു നിയമം സൗദിയിലും മറ്റു രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും കുറ്റവാളികൾ കുറ്റകൃത്യം ചെയ്യുവാൻ ഒന്ന് ഭയപ്പെടും എന്നുള്ളത് സത്യമാണ്. ആ ഭയം തന്നെയാണ് കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകവും. അതുകൊണ്ട് ഇവിടങ്ങളിൽ കുറ്റവാളികളുടെ നിരക്ക് വളരെ കുറവാണ് താനും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരണശിക്ഷയടക്കം ഇന്ത്യയിലേക്ക് തിരികെ വന്നാൽ കുറ്റവാളികൾ പേടിക്കുമെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനം മറ്റും കുറയുമെന്നുമുള്ളതും ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രവാസികളെ പോലെ കുടുംബം കരപിടിപ്പിക്കുവാൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോൾ വീട്ടിൽ കയറി ആരെങ്കിലും പണിതിട്ട് പോയാൽ പോലും കരഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ വേറെ വഴികളൊന്നും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ വേണ്ടതെന്നാണ് പ്രവാസികളും വാശി പിടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രഹസനത്തിന് വേണ്ടി കുറച്ചുനാൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എത്തിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കി ജയിലിൽ കൊണ്ടുപോയി ഇവരെ മൃഷ്ടാംഗ ഭോജനം നടത്തി ആവശ്യത്തിന് പണിയും 12 കൊല്ലം ഉള്ള ശിക്ഷ ഒരു 7-8 കൊല്ലമാക്കി തീർത്ത ശേഷം നല്ല തടിച്ചുറണ്ട ശരീരവുമായി പുറത്തു വരുമ്പോൾ ശമ്പളം എന്ന രീതിയിൽ ഒരു നല്ല തുക കയ്യിൽ കൊടുത്ത ശേഷം വീണ്ടും ഇത്തരം കൃത്യത്തിലേക്ക് ഇവരെ പറഞ്ഞുവിടുന്നത് നമ്മുടെ നിയമം തന്നെയാണെന്നാണ് പ്രവാസികൾ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നിർഭയ കേസിൽ ഇത്തരം ഒരു ശിക്ഷാവിധി പുറപ്പെടുവിച്ചതോടുകൂടി അതിന്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് പ്രവാസികൾ എന്ന് പറയാം. കാരണം 2012 ഡിസംബർ 16-ാം തീയതി അത്ര ക്രൂരമായാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു ആ പെൺകുട്ടി. ഓടുന്ന ബസ്സിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം പൈശാചികമായാണ് അവൾ പീഡിപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാം. വാഹനത്തിന്റെ ഡ്രൈവർ വരെ അവളെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിയെത്തി. മാത്രമല്ല പെൺകുട്ടിയെ ക്രൂരമായ ശാരീരിക പീഡനത്തിന് ശേഷം ബസ്സിൽ നിന്ന് വലിച്ചെറിയുകയും ചെയ്തിരുന്നു. ആദ്യ മരണ വാറണ്ടിൽ ഈ മാസം 22-ാം തീയതി തൂക്കിലേറ്റുമെന്നായിരുന്നു മുകേഷ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് സിംഗ് എന്നീ 4 പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത്. എന്നാൽ നിർഭയ കേസിലെ 4 പ്രതികളിൽ ഒരാളായ മുകേഷ് സിംഗ് ദയാഹർജി നൽകിയിരുന്നു. പക്ഷേ അത് രാഷ്ട്രപതി തള്ളുകയും ചെയ്തിരുന്നു. മുകേഷ് സിംഗിന്റെ ദയാഹർജിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തള്ളിയത്. ഡൽഹി സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ദയാഹർജി തള്ളണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. രാഷ്ട്രപതിക്ക് ദയാഹർജി തള്ളിയതിനാൽ വധശിക്ഷ നടപ്പാക്കുന്നത് വൈകിട്ടാകണമെന്ന് കാട്ടി ഇന്നലെ മുകേഷ് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ അധികൃതരോട് ഇന്ന് റിപ്പോർട്ടിൽ സമർപ്പിക്കുവാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വധശിക്ഷ ജനുവരി 22-ാം തീയതി നടപ്പാകില്ലെന്ന് പട്യാല ഹൗസ് കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. നിശ്ചയിച്ച സമയത്ത് വധശിക്ഷ നടപ്പാക്കുമോ എന്ന് വ്യക്തമാക്കി ജയിൽ അധികൃതരോട് റിപ്പോർട്ട് നൽകുവാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ പുതിയ മരണ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.